നാഷണൽ ലെവൽ എക്സാംസിന്റെ സ്കോഴ്സ് വെച്ചിട്ട് കേരളത്തിലത്തെ കോളേജസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇല്ല, കേരളത്തിലേക്ക് ആയിട്ട് കേരളത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റ് അണ്ടറിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കീം എന്നുള്ള എക്സാമുകളാണ് എഴുതേണ്ടത്. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ കൂടുതലും സ്റ്റേറ്റ് ലെവലിലുള്ള എക്സാമുകൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ ചോദിച്ച നിലയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിലേക്കായിട്ട് കീമിന്റെ എക്സാമുകളാണ് അതിലേക്ക് വേണ്ടി വരുന്നത്. പിന്നെ നമുക്ക് നാഷണൽ ലെവലിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ IMU SCTയുടെ നമുക്ക് ഈ പറഞ്ഞ പോലെ മറൈൻ എഞ്ചിനീയറിംഗിന്റെ ഒരു കോഴ്സ് വരുന്നുണ്ട്. ആ കോഴ്സിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളുണ്ട്. മറൈൻ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള കുട്ടികൾക്ക് അതിരിക്കണം ഒറീസയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. കേരളത്തിലല്ല അതിന്റെ സ്ഥാപനം വരുന്നത്. അത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം തന്നെയാണ്. PCM ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കിടെക്ചറിന്റെ അവർക്ക് ചെയ്യാമല്ലോ. ആർക്കിടെക്ചറിന്റെ ഉണ്ട്. അതിന് സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ്. അതിന് NATAയുടെ എൻട്രൻസ് എക്സാം ആണ് വരുന്നത്. അതിനൊന്നും നമുക്ക് ഈ ടൈമിങ്ങിന്റെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഏകദേശം ഏപ്രിലിൽ നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ നോട്ടിഫിക്കേഷനും സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അതിന് നമുക്ക് സമയമുണ്ട്. ഈ NATA എൻട്രൻസ് എക്സാമിൽ നമ്മള് JEE വ്യത്യസ്തമായിട്ട് കുറച്ച് ഡിസൈൻ ബേസ്ഡ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ JEE കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയെന്ന് എനിക്കറിയില്ല. അതിൽ നമ്മുടെ ബേസിക്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സിലും ഒരു 8ാം ക്ലാസ് മുതലുള്ള നമ്മളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിലാണ് നമുക്ക് ബേസിക്കലി എൻട്രൻസിനെ ക്ലിയർ ചെയ്യാനും മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻസ് കിട്ടുന്നത്. ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങളുടെ എൻട്രൻസിന്റെ എക്സാമിന്റെ റിസൾട്ടിന്റെ മാത്രം ബേസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. നിങ്ങൾക്ക് +2 നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ഒരു പരിധി വരെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടാവണം എന്നുള്ളത് ഡെഫിനറ്റ്ലി ആണ്. SC/ST ആണെങ്കിൽ 40% എന്നുള്ളതാണ്. പക്ഷേ ജനറൽ കാറ്റഗറിക്ക് 50% മാർക്ക് ഉണ്ടായാൽ പോലും അവർക്ക് എൻട്രൻസിൽ എഴുതാം. എൻട്രൻസ് അറ്റംപ്റ്റ് ചെയ്ത് എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റ് മാർക്കുകൾക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നുള്ളത് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് JEE ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ ആർക്കിടെക്ചറിന് വരുമ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് അതിന് വരുന്നില്ല. ആർക്കിടെക്ചർ ചുറ്റും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പാഷൻ, വരയ്ക്കാനുള്ള സ്കില്ല്, നമുക്കൊരു ഇമാജിനറി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എക്സാക്ട്ലി ക്രിയേറ്റിവിറ്റി വളരെയധികം ആൾക്കാർക്കാണ് ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ചർ കോഴ്സിന് പോകാൻ വരുന്നത്. 5 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. പല ഗവൺമെന്റ് വാല്യുവേഷനും ഈ പറഞ്ഞ പോലെ BRക്കാരുടെ സിഗ്നേച്ചറിൽ മാൻഡേറ്ററി ആണ്. സോ കൺഫേംഡ് ആയിട്ടുള്ള ജോലി കിട്ടാനുള്ള ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ഇതിൽ ഒരു പേപ്പർ കൂടി ഉണ്ട്. നമ്മൾ നാറ്റയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഓപ്ഷനിലാണ് നാറ്റയുടെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് JEE തന്നെ മെയിൻസിലെയും നമ്മൾ സാധാരണ എഴുതുന്നത് പേപ്പർ 1 എഴുതുന്നത്, അതിൽ പേപ്പർ 2 പേപ്പർ ഉണ്ട്. അത് ഈ ആർക്കിടെക്ചർ സ്റ്റുഡൻസിനുള്ളതാണ്. ആ എക്സാം എഴുതി കഴിഞ്ഞാലും നമുക്ക് ബേസിക്കലി ഈ പറഞ്ഞ പോലെ കോളേജുകളിൽ അഡ്മിഷൻ ആയിട്ട് കിട്ടും.